ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളെല്ലാം അവസാനിച്ചു. ഇപ്പോൾ രാജ്യം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലായി 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഒരേ സമയം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ 7 സംസ്ഥാനങ്ങളിലെ 4 ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ളവയിൽ BJP അല്ലെങ്കിൽ NDA സർക്കാരുകളാണ് ഉള്ളത്. 13 മണ്ഡലങ്ങളിൽ 4 പശ്ചിമ ബംഗാളിലും 3 ഹിമാചലിലുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് ഭൂരിപക്ഷം കുറയുകയും പ്രതിപക്ഷം ശക്തിപ്പെടുകയും ചെയ്തതിനു ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ BJPയും തൃണമൂലും തമ്മിലാണ് മത്സരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ മാണിക്തല സീറ്റ് നേടിയപ്പോൾ BJP റായ്ഗഞ്ച്, രണഗഡ് ദക്ഷിൺ, ബഗ്ദ എന്നിവിടങ്ങളിൽ വിജയിച്ചു. പിന്നീട് BJP MLA തൃണമൂലിലേക്ക് മാറുകയായിരുന്നു. തൃണമൂൽ MLA സദൻ പാണ്ഡെയുടെ മരണത്തെ തുടർന്നാണ് മണിക്തല ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ BSP MLA സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് ഉത്തരാഖണ്ഡിലെ മംഗളൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. മണ്ഡലം ത്രികോണ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും. ഇതുവരെ കോൺഗ്രസോ BSPയോ കൈവശം വച്ചിരുന്ന മുസ്ലിം ദളിത് ആധിപത്യമുള്ള സീറ്റിൽ BJP വിജയിച്ചിട്ടില്ല. BJPയുടെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് പ്രകടനം ഇത്തവണ പശ്ചിമ ബംഗാളിൽ ആകുമെന്ന BJPയുടെ ആത്മവിശ്വാസം സഫലമായില്ല. 3 തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ബംഗാളിലെത്തിയ പ്രധാനമന്ത്രി BJPക്ക് ഏകപക്ഷീയമായി വിജയം ലഭിക്കുമെന്നും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ എക്സിറ്റ് പോളുകളെയും മോദിയുടെ വാദങ്ങളെയും എല്ലാം അപ്രസക്തമാക്കുന്നതായിരുന്നു വങ്കനാട്ടിലെ മമതയുടെ ശക്തി പ്രകടനം. മമതയുടെ ആ ബംഗാളിൽ തന്നെയാണ് വീണ്ടും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃണമൂലിന് തന്നെ അനുകൂലമായ ഒരു വിധി വരുമെന്നാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇനി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ DMKയുടെ സിറ്റിംഗ് MLA N പുകസന്ധിയുടെ മരണത്തെ തുടർന്നാണ് തമിഴ്നാട്ടിലെ വിക്രവണ്ടി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഭരണകക്ഷിയായ DMKയും NDA ഘടകകക്ഷിയായ അൻപുമണി രാംദാസിന്റെ നേതൃത്വത്തിലുള്ള PMKയും നാം തമിഴർ പാർട്ടിയും തമ്മിൽ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം AIDMK വിക്രവണ്ടി ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയുമാണ്. അന്നിയൂർ ശിവയാണ് DMKയുടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. PMK പാർട്ടി വൈസ് പ്രസിഡന്റ് C അൻപുമണിയെയാണ് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. തമിഴ് അനുകൂല പാർട്ടിയായ NDK ഡോക്ടർ അഭിനയെയാണ് മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. 3 സ്ഥാനാർത്ഥികളും OBC 1 ഇയർ സമുദായത്തിൽപ്പെട്ടവരാണ്. 50-ലധികം പേർ മരിച്ച കല്ലാക്കുറിച്ചി വ്യാജമദ്യ ദുരന്തം DMKക്ക് തിരിച്ചടിയാകുമെന്നാണ് PMKയും NDKയും കണക്ക് കൂട്ടുന്നത്. 1 ഇയർ സമുദായത്തിന് ആധിപത്യമുള്ള വിക്രവണ്ടിയിലെ രാഷ്ട്രീയ സാഹചര്യം DMKക്ക് അനുകൂലമാകുമെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. മറ്റെല്ലായിടത്തും ഇടതുപക്ഷം തകർന്നടിഞ്ഞപ്പോൾ 2019 ഇടതുപാർട്ടികളുടെ മാനം കാത്ത ചരിത്രം ഇത്തവണയും തമിഴകം ആവർത്തിച്ചു. ലോക്സഭയിൽ ഒരു MP പോലും ഇല്ലാതെ തകർന്നേക്കാവുന്ന നിലയിൽ നിന്നും മത്സരിച്ച 2ഇടത്തും CPI സ്ഥാനാർത്ഥികളെ 2019 തമിഴ് ജനത വിജയിപ്പിച്ചു. വ്യക്തമായ ആധിപത്യത്തോടെ 2 സീറ്റുകളും ഇത്തവണയും ഭദ്രം. CPMന്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ഏറെ പ്രതീക്ഷ അർപ്പിച്ച കേരളത്തിൽ മത്സരിച്ച 16 സീറ്റുകളിൽ 1 മാത്രം CPMനൊപ്പം നിന്നപ്പോൾ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ, മധുര മണ്ഡലങ്ങളിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ തന്നെ CPM സ്ഥാനാർത്ഥികൾ ഡൽഹിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലും കഴിഞ്ഞ തവണത്തെ നേട്ടം BJPക്ക് ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. ശക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ബീഹാറിന്റെ മണ്ണിൽ ദാരിദ്ര്യത്തിന്റെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അമർവാര നിയമസഭാ മണ്ഡലത്തിലാണ് മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് കമലേഷ് ഷാ BJPയിലേക്ക് ചേക്കേറിയതിനെ തുടർന്ന് പട്ടികവർഗ മണ്ഡലമായ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കമൽനാഥിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ചിന്ദ്വാര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് അമർവാര. അതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും BJPക്കും അഭിമാന പോരാട്ടമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്ദ്വാര സീറ്റിൽ BJP വിജയിച്ചിരുന്നു. BJP കമലേഷ് ഷായാണ് ഇവിടെ നിന്നും മത്സരിപ്പിക്കുന്നത്. ഗോത്രവർഗക്കാർ കൂടുതലുള്ള ഈ മണ്ഡലത്തിൽ ധീരൻ ഷാ ഇൻവദിയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. 2003 ഇവിടെ വിജയിച്ച ഗോത്രവർഗ സംഘടനയായ ഗോണ്ട്വാന ഗാന്ദ്ര പാർട്ടിയും മത്സര രംഗത്തുണ്ട്. കോൺഗ്രസ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള BJPയുടെ നീക്കങ്ങൾക്കിടയിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹിമാചൽ പ്രദേശിൽ വാശിയേറെ മത്സരമാണ്. ലോക്സഭയ്ക്കൊപ്പം 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4 കോൺഗ്രസ് നേടിയിരുന്നു. എന്നാൽ ഇത്തവണ 3 തങ്ങൾക്കായിരിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം.
ഡഹ്റ, ഹാമിപൂർ, നലാഗഡ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഹിമാചൽ പ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയ ഡഹ്റയിലെ മത്സരമാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുമെന്നതാണ് BJPയുടെ അവകാശവാദം. 38 MLAമാരുള്ള കോൺഗ്രസ് സർക്കാരിനെ ഫലം കാര്യമായി ബാധിച്ചേക്കില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് 3 സ്വതന്ത്ര MLAമാർ സ്ഥാനം രാജിവെച്ച് BJPയിലേക്ക് ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 3ഇടത്തും ഇവരെ തന്നെയാണ് BJP മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലാണ് പഞ്ചാബിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. BJPയിൽ ചേർന്ന ആം ആദ്മി പാർട്ടി MLA ശീതൾ അങ്കുരൽ രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മോഹിന്ദർ ഭഗത്തിന്റെ വിജയം ഉറപ്പാക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ലോക്സഭയിലെ 13 സീറ്റുകളിൽ 7ഉം വിജയിച്ച കോൺഗ്രസ് 5 തവണ കൌൺസിലറായ സുരീന്ദർ കൌറിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. മുൻ ആം ആദ്മി പാർട്ടി MLA ശീതൾ അങ്കുരലാണ് BJPയുടെ സ്ഥാനാർത്ഥി. ജൂലൈ 10 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനഹിതത്തിന്റെ പ്രതിഫലനമാകുമോ എന്നത് NDA ഇന്ത്യ മുന്നണികളെ സംബന്ധിച്ച് നിർണായകമാണ്. ഉപതെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിന്റെ ആധിപത്യം പ്രതിഫലിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ആയതിനാൽ കൂടി ഇന്ത്യ സഖ്യത്തിന് ഇത് വളരെ നിർണായകവും അതേസമയം NDAക്ക് അഭിമാന പോരാട്ടം കൂടിയാണ്. എന്തുതന്നെ ആയാലും വോട്ടെടുപ്പിന്റെ ഫലം ജൂലൈ 13 പുറത്തു വരുന്നതുവരെ കണക്കുകൂട്ടലുകളും മനക്കോട്ടകളും കെട്ടി അന്നത്തെ പ്രഭാതത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം.